ഹായ് ഡിയർ ഫ്രണ്ട്സ്, സൈ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തൈരാണ്, കട്ട തൈര്. ഇപ്പോൾ വിഷുവൊക്കെ വരികയല്ലേ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് തൈരിന് ബെസ്റ്റ്. നിങ്ങളും അത് തന്നെ എടുത്താൽ മതി. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് വരാം. ഈ പാല് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും പാട കെട്ടാതെ വേണം നമുക്ക് ഈ പാല് കാച്ചിയെടുക്കാൻ. ഫുള്ളായിട്ട് പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് വരേക്കും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കൈയെടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല. ഇപ്പം പാല് കണ്ടോ, നിങ്ങൾ എത്ര പാലിടുന്നത് ഇത്ര ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. അതായത് അതിൽ വെള്ളത്തിൻ്റെ അംശം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ട്, ബൗളോ പാത്രമോ എന്തായാലും മതി, അതിലേക്ക് നിങ്ങൾ ഏതിലാണോ തൈര് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉറയൊഴിക്കാന്ന് പറയില്ലേ, അതന്നെ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഈ പാലിൻ്റെ ചൂട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാനും പാടില്ല, എന്നാൽ നമുക്കത് ചൂടും ഉണ്ടാകണം. ആ ചൂടിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാൻ ഇന്ന് ഒഴിച്ചു വെച്ചിട്ട് പിറ്റന്നാണ് ഞാനത് എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.